മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമാണല്ലോ ഉയർത്തിയിട്ടുള്ളത്. ധിക്കാരപരവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാട് ഇടതുപക്ഷ സഹയാത്രികർക്ക് യോജിച്ചു പോകാൻ പറ്റാത്തതാണെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് പി വി അൻവറാണ്. പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള വൈവിട്ട ബന്ധങ്ങൾ, അഴിമതിക്കും അതേപോലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് അൻവറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വൈവിട്ട പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്തണമെങ്കിൽ ഉന്നത ബന്ധങ്ങൾ ഉണ്ടാവണം. ആ ഉന്നത ബന്ധം ടോർച്ചടിച്ചാൽ പോകുന്നത് പി ശശിയിലേക്കാണ്. പി ശശിയിൽ ഞങ്ങളുടെ സഹയാത്രികർക്കൊക്കെ തന്നെ അനുഭവങ്ങൾ പലതുമുണ്ട്. അതാണ് പലരും തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതെ, ഞാൻ ഒന്നാം പിണറായി സർക്കാരിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല. രണ്ടാം പിണറായി സർക്കാരിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പി ശശി കടന്നു വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കാരെ പരിഗണിക്കുന്നില്ല, മുന്നണിക്കാരെ പരിഗണിക്കുന്നില്ല, സഹയാത്രികരെ പരിഗണിക്കുന്നില്ല, ആ പാർട്ടിയിലെ MLA-മാരെ പോലും പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം താല്പര്യങ്ങളാണ്, വലിയ വലിയ താല്പര്യങ്ങൾ, വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ്. അതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലാതെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടോ മുന്നണിക്കാർക്ക് വേണ്ടിയിട്ടോ സഹയാത്രികർക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് പലരും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നേട്ടം, സ്വന്തം സാമ്പത്തിക നേട്ടം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നോക്കുന്നത് എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ വരികളിൽ നിന്ന് നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ വിമർശനങ്ങളൊക്കെയായി മുന്നോട്ട് വരാൻ? വിമർശനങ്ങൾ ഇതുപോലെ കാത്തിരിക്കല്ല, പലരും തുറന്ന് പറയേണ്ട സമയം വന്നപ്പം കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ പി വി അൻവറിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തുറന്ന് പറഞ്ഞു, KT ജലീലിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് തന്നെയാണ് പി ശശിയുടെ കാര്യത്തിലും അതേപോലെ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തുറന്നു പറയാനുള്ളത്. തിരുത്തലുകൾ വേണം, അഴിച്ചുപണികൾ വേണം. അദ്ദേഹം പി ശശി ഒരിക്കലും ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല ശ്രീ പി ശശി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനെ മാറ്റിയാൽ മാത്രമേ പോലീസിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പി വി അൻവർ ആദ്യം KT ജലീലിന് പിന്നാലെ മുൻ MLA ആയ നിങ്ങൾ കാരാട്ട് റസാഖ് അതിനടുത്തതായി വിമർശനം ഉന്നയിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമാണോ? അല്ല, അത് കാര്യങ്ങൾ പരസ്പരം ഞങ്ങളൊക്കെ മനസ്സിലാക്കി തുറന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. ശശിയെ വളരെ പെട്ടെന്ന് മാറ്റുന്നതാണ് നല്ലതെന്ന് കൂടിയാണ് പറയുന്നത് അല്ലേ? മാറ്റിയാൽ മുന്നണിക്കും പാർട്ടിക്കും വളരെ നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. അദ്ദേഹത്തെ മാറ്റിയാൽ തീർച്ചയായിട്ടും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ സാധിക്കും.